എടാ മണി, നമ്മളെ പോലീസുകാർ പിടിച്ച മൂക്കി കയറ്റിക്കണം ചെല്ലടാ, പിടിച്ചെങ്കിൽ ജയിലിലടക്കുകയും ചെയ്യും. എന്നെ മൂക്ക് എന്നെ ജയില്, നമ്മ പാകാത്ത ജയിലാ. ജാമ്യം കിട്ടിയെന്നാ തോന്നുന്നത്. കിട്ടി കാണും. പോലീസുകാരൊന്നും ചെയ്തില്ല, വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണമല്ലോ. നീ പോയി കിടന്ന് നേരത്തെ ഉറങ്ങും, നമുക്ക് രാവിലെ മണ്ണടിക്കാറുള്ളതാണ് കേട്ടാ. എവന്റെയൊക്കെ മുമ്പേ കൂടെ തന്നെ മണ്ണ് കൊണ്ടുപോകണം. ശരി ശരി. അയ്യോ, നമ്മളെ സഹായിക്കണോ? നമ്മളെ സഹായം ഇയാൾക്ക് വേണ്ടല്ലേ, ഇവര് ശ്രീശക്തിക്കാരെ സഹായം മതി. വലിയ പുള്ളിയാ. എടാ, നിന്റെയൊക്കെ മുമ്പിൽ കൂടെ ഇനിയും മണ്ണുണ്ടോ? നീ എന്നൊന്നുണ്ടാക്കും. ധൈര്യം നീ തടഞ്ഞു നോക്കടാ. അജയ, നീ ഇപ്പൊ വീട്ടിൽ പോ, നമുക്ക് നാളെ സംസാരിക്കാം. ഇതേ മഞ്ജുള നോക്കി നിൽക്കുന്നു. അയ്യോ, അവള് നോക്കണ എന്നെ അല്ലടാ, നിന്നെയാണ്. നീ ഇവിടെ ശരിയാക്ക്, അവിടെ ഞാൻ ശരിയാക്കാം. അയ്യോ, കണ്ണിന് എണ്ണ വെച്ച് നോക്കിയിരിക്കാണ് അവള്. ഇനി രാത്രി പുറത്ത് എന്ത് ശബ്ദം കേട്ടാലും അപ്പൊ തന്നെ കഥ തുറന്ന് പുറത്തിറങ്ങി നോക്കിയോളൂ. ഇടേ, നീ എന്നെയാണോ നോക്കിയത്, അതെ കാശ് വീട്ടിൽ പോയാൽ നോക്കിയതാ? അനാവശ്യം പറയാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും മനുഷ്യ. എടി, പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുഷ്പം പോലെ ഊരിക്കൊണ്ട് വന്ന കണ്ടാടി. രണ്ടെണ്ണം കിട്ടാഞ്ഞത് ഭാഗ്യം. എടി, പണ്ടത്തെ പോലീസ് അല്ലേടി ഇപ്പൊ. മര്യാദയും മാന്യതയുണ്ട്. അവരെ കൂമ്പൊക്കെ ഇരിക്കാറില്ല, സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കൂ. അന്തസ്സുള്ളവരാ. നീയും നിന്റെ സ്ത്രീശക്തിക്കാരും വിചാരിച്ചാൽ ഒരു പുണ്ണാക്ക് നടക്കില്ല. നിങ്ങൾ സമരം ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മൾ മണ്ണ് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. എടി, വേണ്ടി വന്ന ഈ പുഴയിലെ മണ്ണ് മുഴുവൻ അടിച്ചു മാറ്റി വയ്ക്കാൻ ദിവാരം പോലെ ഞാൻ സഹായിക്കും. എന്റെ മക്കളെ വാ, എന്റെ പൊന്നു മക്കളെ വാ, അച്ഛന്റെ മക്കളെ വാ. വാ, നാട്ടുകാര് പറയണത് എന്റെ മക്കള് കാര്യമാക്കണ്ട. ഫീസ് കൊടുക്ക. മക്കളെ അച്ഛൻ ഇങ്ങനെ കുന്നിടിക്കുന്നവരെ കൂടെ നിൽക്കണണ്ട എന്റെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്ന. വേറെന്തെങ്കിലും ജോലി ചെയ്താലും മോളെ പഠിപ്പിക്കാൻ പറ്റും. വേറെ എന്ത് ജോലിയാണ് ഈ നാട്ടിലുള്ളത്? കോഴി വളർത്തൽ, പച്ചക്കറി കൃഷി, പശുവിനെ വളർത്തൽ. നിന്നെ കെട്ടി ഈ നാട്ടിൽ എന്ന് താമസം തുടങ്ങി അന്ന് തന്നെ കച്ചവടം തുടങ്ങി. അതെങ്ങനെ ഇവിടെ എങ്ങോട്ടെങ്കിലും പോയി ജീവിക്കാൻ കാശ് സമ്മതിക്കോ? അവൻ സമ്മതിച്ചാലല്ലേ നീ വരൂ. ഒരു ദിവസം ഞാൻ കണ്ടോണ്ട് വരും, രണ്ടിനിവിടെ കെട്ടിപ്പൊട്ടിച്ച് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകും. കണ്ടടി, ഒരു പെങ്കൊച്ചു വളർന്നു വരുമോ മനുഷ്യ? അതിന്റെ മുന്നിൽ വെച്ച് എന്തൊക്കെയാ പറയുന്നത്? എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങി പോ. അപ്പൊ ഞാൻ പോണം, അല്ലെങ്കിൽ ഞാനാണല്ലോ ഇവർ അധികപ്പറ്റി. മക്കളെ, അച്ഛൻ പോട്ടാ. അത് ശരി. ഇടേ, നീ അവരോട് സുഖമായിട്ട് ജീവിച്ചോ. പുഴയെ സംരക്ഷിക്കുക, കുന്നിരിക്കൽ നിർത്തിവെക്കുക. പുഴയെ സംരക്ഷിക്കുക, കുന്നിരിക്കൽ നിർത്തിവെക്കുക. ശ്രീശക്തിയാണടാ, അവനൊക്കെ നാട്ടിലെ കൊട്ടി. ശ്രീശക്തിയാണ്. തീപ്പെട്ടിയുടെ കത്തിട്ട് ആളി കത്തിട്ട് അവളൊരു ശ്രീശക്തിയാണ്. ഇപ്പോഴാണ് സവാലായ. വെള്ളം ഒരുപാട് കലങ്ങിയല്ലോ. കത്തിച്ച അജയൻ തന്നെയായിരിക്കും, അല്ലാതാരാ? ഞാൻ പോട്ടെ എന്നാ. കാശേ, എന്താ? ഒന്ന് നിന്നേ. ഇന്ന് ടൗണിലെങ്ങാനും പോകുന്നുണ്ടോ? എന്തിനാ? പുഴവെള്ളം പോലെയാ പശുവിന്റെ വയറ്റിൽ നിന്ന് പോകുന്നത്. അത് 1-2 പ്രാവശ്യം കഴിയുമ്പോ അങ്ങ് മാറും. എന്നാ ഞാനും കരുതി ഇതിപ്പോ 2 ദിവസമായി. ചാണകത്തിന്റെ മൂത്രത്തിന്റെയും കളറിലും വ്യത്യാസം. അയ്യോ, വാങ്ങിയ ഗുളികയൊക്കെ തീർന്നോ? അതൊക്കെ തീർന്നെ, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഞാൻ പോകുന്നുണ്ട്, അറിയിക്കാം കേട്ടോ. ഓ അറിയിക്കണേ.
ഇന്നെന്താ നേരത്തെ? ബാലകൃഷ്ണൻ സാർ ഇങ്ങോട്ട് ആ. വരും. ഡി കൊച്ചേ, നിന്റെ കെട്ടിയാൻ രാത്രി വീടിനകത്ത് കിടക്കത്തില്ലേ? അല്ല, പുറത്ത് കട്ടിലിൽ കിടക്കുന്ന കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. പെണ്ണുങ്ങളായാലേ ഭർത്താക്കന്മാരെ പോക്കറ്റിലിടാൻ മിടുക്ക് വേണം, മിടുക്ക്. പകല് നിങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ വഴക്ക് കൂടിക്കോ, പക്ഷേ രാത്രിയിൽ തീരണോ ആ വഴക്ക്. അതാ കുടുംബജീവിതം. നിങ്ങൾ നിങ്ങളെ വീട്ടിലെ കാര്യം മാത്രം നോക്കിയാൽ മതി. നാട്ടുകാരുടെ മൊത്തം കാര്യങ്ങളൊന്നും നോക്കണ്ട. ചുമ്മാതല്ല, അയാൾ നല്ല പ്രായത്തിൽ കളഞ്ഞിട്ട് പോയത്. ഇങ്ങ് വാ. എങ്ങ് പോയേക്കല്ലേ, ഇപ്പൊ വരാം. കാശി എവിടെയാ? അവിടെ ഉണ്ട്, വരണം. എല്ലാരും വന്നേ, പോവാം. വാ. നല്ല ഭംഗിയല്ലേ? എല്ലാവരെയും ഒരുമിച്ച് താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടാ. രണ്ടുപേരെ എന്റെ വീട്ടിൽ താമസിപ്പിക്കാം, രണ്ടുപേരെ കാശിയുടെ വീട്ടിൽ. ബാക്കിയുള്ളവരെ നമുക്ക് മറ്റു വീടുകളിലായിട്ട് താമസിപ്പിക്കാം. അപ്പോ താമസ കാര്യത്തിൽ ഒരു തീരുമാനമായി. പിന്നെ ഭക്ഷണം, അത് നമുക്കിപ്പോ കാശിയായിട്ടൊന്ന് ആലോചിക്കാം. കാശി, ദേ ഇവരെത്തി. താമസത്തിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം എങ്ങനെ? ഇവിടെ തയ്യാറാക്കണോ നിങ്ങൾ കൊണ്ടുവരുമോ? അതൊന്നും വേണ്ട, ഞങ്ങള് രാവിലെ വരും, വൈകിട്ട് പോകും. താമസവും ഭക്ഷണമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ക്യാമ്പ് ചെയ്യാൻ നല്ലൊരു സ്ഥലം വേണം. പിന്നെ ഈ ബാത്റൂം സൗകര്യമൊക്കെ. ആ പുഴയുടെ മേലെ കാണുന്ന കൈതക്കാടാ ഞങ്ങളെ ബാത്റൂം. എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി വരെ ബാലകൃഷ്ണൻ സാർ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാ വരൂ. വാ. വരൂ. ദേ നോക്ക്, എങ്ങനെയുണ്ട്? ഇവിടെ മഴ പെയ്ത വെള്ളം കയറില്ലേ? മഴ വരട്ടെന്നേ, അന്നേരം നോക്കാം. അപ്പൊ നമുക്കിത് കുറച്ചുകൂടെ മുകളിലോട്ട് കയറ്റാം അല്ലേ?